മഹാബലിപുത്രൻ ബാണാസുരൻ ഒരിക്കൽ തന്റെ കോട്ട വിട്ട് പുറത്തു വന്നു. ആ വാർത്ത നാടെങ്ങും അറിഞ്ഞതോടെ നാട്ടുപ്രമാണികൾ നിരവധി ഉപഹാരങ്ങളുമായി അദ്ദേഹത്തിനെ കാത്തിരുന്നു. പക്ഷെ ബാണാസുരൻ പോയത് മറ്റൊരിടത്തേക്കായിരുന്നു. കാടും മലനിരകളും കടന്ന് തങ്കമൊഴുകുന്ന ആദിവാസി മണ്ണിലേക്ക്. സിദ്ധനായി മൂപ്പന്റെ സഹായത്തോടെ ഭൂമിയുടെ വരദാനമായ തങ്കം പുഴമടലിൽ നിന്നും വേർതിരിച്ച് തന്നെ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ബാണാസുരൻ ഉപയോഗിച്ചു. പക്ഷെ കാലങ്ങളും ഭരണങ്ങളും മാറി വന്നപ്പോൾ അതൊരു കൊള്ളയെ മാറി, പറങ്കികളുടെ കൊള്ള. എന്നാൽ അതിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു കോട്ടയുടെ കുറ്റി ആ മണ്ണിന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. തുണ്ടിപ്പോയില്ലെന്ന് അന്ന് വരെ അറിഞ്ഞിരുന്ന അവിടം പിന്നീട് കുറ്റ്യാടി എന്ന പേരിൽ വിളംബരം ചെയ്തുകൊണ്ട് പറങ്കികളുടെ നെഞ്ചിൽ ഭയത്തിന്റെ കണികകൾ വിതറിയെറിഞ്ഞു. കാരണം അന്ന് അവർക്കെതിരായി നിന്ന ആ കോട്ടയുടെ അധിപന്റെ പേര് സാക്ഷാൽ കേരളവർമ്മ പഴശ്ശിരാജ എന്നായിരുന്നു. അതോടെ യൂറോപ്യൻ മാധ്യമങ്ങൾ മലബാർ റഷ് എന്നും മലബാർ മാനി എന്നും കൊട്ടി ആഘോഷിച്ച സ്വർണ്ണവേട്ട മെല്ലെ മെല്ലെ അവസാനിച്ചു. എന്നാൽ ഇന്ന് വർഷങ്ങൾക്കപ്പുറം പറങ്കികളുടെ വേട്ടയ്ക്ക് ശേഷം ആ തങ്കസ്രോതസ് വീണ്ടും ഈ മണ്ണിന്റെ ഐശ്വര്യമാകാൻ സ്വയം സജ്ജമായിരിക്കുകയാണ്. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും സംരക്ഷണ കവചമായ ബാണാസുരയുടെ മടിത്തട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന കുറ്റ്യാടിപ്പുഴയിലെ തെളിനീര് പോലെ പരിശുദ്ധമായ സ്വർണവുമായി മലയാളികളുടെ സ്വർണ്ണ പാരമ്പര്യത്തിൽ വിശ്വസ്തയുടെ കിരീടം ചൂടിയ രാജാക്കന്മാരായ ലുലു ഗോൾഡ് ഇനി മുതൽ കുറ്റ്യാടിയുടെ മുഖച്ഛായ മാറ്റാനായി ഈ മണ്ണിൽ തന്നെ നിലകൊള്ളും.